നമസ്കാരമുണ്ട്, അശ്വതിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയർ സൂര്യ നമസ്കാരം നോക്കിയായിരുന്നു. കസേരയിൽ ഇരുന്ന് കൊണ്ടുള്ള സൂര്യ നമസ്കാരമായിരുന്നു അത്. മുട്ടിനൊക്കെ കാര്യമായ ബുദ്ധിമുട്ടുണ്ട്, തേയ്മാനമൊക്കെ നല്ല വേദനയുണ്ട്, അല്ലെങ്കിൽ നടുവിന് സിവിയർലി കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്നവർക്ക് ജെന്റിൽ ആയിട്ടുള്ള ഒരു സൂര്യ നമസ്കാരമാണ് ചെയർ സൂര്യ നമസ്കാരം. അപ്പൊ അതിന് നമ്മൾ ഇരുന്നാണ് നോക്കിയെങ്കിൽ ഇന്ന് ചെയർ തന്നെയാണ്. അതാണ് ഞാൻ കസേരയിൽ സെറ്റായിരിക്കുന്നത്. ചെയർ തന്നെയാണ്, പക്ഷെ നിന്നിട്ടുള്ളതാണ്. അതായത് കുറച്ചുകൂടെ മൂവ്മെന്റ്സ് നമ്മൾ നിന്നിട്ടും കസേരയിൽ സപ്പോർട്ട് ചെയ്തിട്ടും, ഇതും ജെന്റിലായിട്ട് തന്നെയാണ്. മുട്ടുവേദനയോ നടുവിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഇതും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ഇരുന്നിട്ടുള്ള രീതിയും അതുപോലെ നിന്നുള്ളതും, ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് പൊതുവേ നമ്മൾ ചെയർ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അതും ചെയ്യിക്കും, ഒപ്പം ഇതും ചെയ്യിക്കാറുണ്ട്. ബോഡിക്ക് മൊത്തത്തിലൊരു മൂവ്മെന്റ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇതുപോലെ ഒരു കസേര മതി. സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ചെയർ ആയാലും മതി. ഇച്ചിരി ഉറപ്പ് വേണം. കസേരയിൽ പിടിക്കുമ്പോൾ കസേര നീങ്ങി പോകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. കസേരയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, നോക്കാം. ശരി, അപ്പൊ കസേരയിൽ ഇതുപോലെ കസേരയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലാണ്. അതായത് നമ്മൾ കൈ കസേരയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ കസേരയെ ഫേസ് ചെയ്ത് നിൽക്കുക, നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ്. കാല് അല്പം അകറ്റി വെക്കാം. ബാലൻസിന് നല്ലത് അതാണ്. കാലല്പം അകറ്റി വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കുന്നതിൽ കുറച്ചുകൂടി ഒരു ബാലൻസ് ഉണ്ടാവും. ശരി, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമസ്കാരം. ശ്വാസം എടുത്ത് കൈ ഉയർത്തി പതുക്കെ കഴിയുന്ന പോലെ ഹിപ്പ് മുന്നോട്ട്, വല്ലാണ്ട് തല പിറകിലൊന്നും കൊണ്ടുപോകണ്ട, കഴിയുന്ന പോലെ. ശ്വാസം വിട്ട് താഴേക്ക്. നടുവിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ലാതെ കുനിയുന്നത്, ഫോർവേഡ് ബെൻഡ് അത്ര സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൈ കസേരയിൽ വെച്ച് ഇതുപോലെ പകുതി നിൽക്കാം. അല്ല, നിങ്ങൾക്ക് സാധിക്കുന്നത് എവിടെയാന്ന് നോക്കാം. മുട്ടിലാണെങ്കിൽ അങ്ങനെ, അല്ല കണങ്കാലി പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൈ താഴേക്ക് വെക്കാമെങ്കിൽ അങ്ങനെ. എവിടെയാണോ കംഫർട്ടബിൾ, വേദനയോടെ അല്ല, പറ്റുന്ന പോലെ ചെയ്യുക, ശരീരത്തെ അനുവദിക്കുന്ന പോലെ. പതിയെ കസേര പിടിച്ച് വലത് കാല് പിറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കാം. കസേരയിൽ കൈ സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വെക്കരുത്, കസേര നീങ്ങി പോകും. പകരം താഴേക്ക് പ്രസ് ചെയ്യാം. രണ്ട് കാലിന്റെയും ഉപ്പൂറ്റി താഴെ പതിപ്പിച്ച് മുകളിലേക്ക് നോക്കാം. വലത് കാല് നീട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇടത് കാല് ചെറിയൊരു ബെൻഡ് കൊടുത്ത് പറ്റുന്ന പോലെ. ബെൻഡ് പറ്റില്ലെങ്കിൽ ബെൻഡ് ഇല്ലാതെ ചെയ്യാം. ബെൻഡ് പ്രശ്നമില്ല, വേദന ഇല്ലെങ്കിൽ ബെൻഡ് കൊടുത്ത് മുകളിലേക്ക് നോക്കാം. വലത് കാല് മുന്നോട്ട്. പതിയെ ശ്വാസം എടുത്ത് തല ഉയർത്തി താഴ്ന്ന് ചെറിയൊരു ബാക്ക്വേർഡ് ബെൻഡാണ്. ശ്വാസം വിട്ട് താടി നെഞ്ചില് വയറുള്ളിലേക്ക്. രണ്ട് കാലും പിറകിലേക്ക് എടുക്കാം. നമ്മൾ സാധാരണ സൂര്യ നമസ്കാരത്തിൽ പർവ്വതാസന ചെയ്യുന്ന പോലെ ഇത് ചെയറിൽ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കാം. കസേര പിടിച്ച് തന്നെ രണ്ട് കാലും മുന്നോട്ട്. ഒരിക്കൽ കൂടി വലത് കാല് പിറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കാം. മുകളിലേക്ക് നോക്കാം. വലത് കാല് മുന്നോട്ട്. രണ്ട് കൈയും താഴേക്ക് കഴിയുന്ന പോലെ കൊണ്ടുപോവുക. ഇതാണ് കംഫർട്ടബിൾ എങ്കിൽ ഇവിടെ നിന്നാൽ മതി, താഴേക്ക് പോവണ്ട. സാധിക്കുന്ന പോലെ താഴേക്ക് പോവാം. ശ്വാസം എടുത്ത് പകുതി വരെ വരാം. ഒന്ന് കംപ്ലീറ്റ്ലി പെട്ടെന്ന് ഉയർന്നു വരാതിരിക്കാനാണ്. പകുതിയിൽ വന്ന് നിന്ന ശേഷം ശ്വാസം എടുത്ത് നടുനിവർന്ന് കൈ ഉയർത്തി അരക്കെട്ട് മുന്നോട്ട്, പതിയെ കൈ താഴെ. ഇതുപോലെ ഇടതുവശവും ചെയ്യാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമസ്കാരം. ശ്വാസത്തിനെ പറ്റി കൂടുതലായിട്ട് അങ്ങനെ ഒരു ഇത് വേണമെന്നില്ല. ബ്രീത്തിങ് നോർമലി ചെയ്ത് ചെയ്യാം. ഓക്കെ, നമസ്കാരം. ശ്വാസം എടുത്ത് ആർച്ച് ചെയ്യാം. അങ്ങനെ താഴേക്ക്. കസേരയിൽ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയ രീതിയിൽ പിടിക്കാം. താഴേക്ക് എവിടെയാണോ കൈവയ്ക്കാൻ പറ്റുന്നതെന്നനുസരിച്ച്. കസേര പിടിച്ച് ഇടത് കാല്, നമ്മൾ വലതാണ് നേരത്തെ ചെയ്ത്, ഇനി ഇടത് കാല് സ്ട്രെച്ച് ചെയ്ത് വലതിന്റെ മുട്ട് ബെൻഡ് ചെയ്യുന്ന ഓക്കെ ആണെങ്കിൽ ബെൻഡ് ചെയ്യാം. മുകളിലേക്ക് നോക്കാം. രണ്ട് കാലിന്റെ ഉപ്പൂറ്റി താഴേക്ക് പ്രസ് ചെയ്ത് വെക്കണേ. ഇടത് കാല് മുന്നോട്ട്. ശ്വാസം എടുത്ത് തല ഉയർത്തി താഴ്ന്ന് ശ്വാസം പോയിട്ട് താടി നെഞ്ചിലെ വയറുള്ളിലേക്ക് ഒരു ഫോർവേഡ് ആയിട്ടുള്ള ആർച്ചാണ്. രണ്ട് കാലും പിറകിലേക്ക് താഴേക്ക് നോക്കാം. കസേരയിൽ പിടിച്ചുകൊണ്ട്
പറ്റുന്ന പോലെ താഴേക്ക് കാൽവിരലിലേക്ക് നോക്കാം. 2 കാലും ഒരിക്കൽ കൂടി മുന്നോട്ട്. ഇടത് കാല് പിറകിലേക്ക് പ്രസ് ചെയ്യാം. മുകളിലേക്ക് നോക്കൂ. സാവധാനം അവരവരുടെ വേഗത്തിൽ ചെയ്താൽ മതി, സ്പീഡൊന്നും അധികം വേണമെന്നില്ല. ഇടത് കാല് മുന്നോട്ട്. കൈ രണ്ടും താഴേക്ക് കംഫർട്ടബിളി എവിടെയാ പറ്റുകയെന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്യാം. കസേര പിടിച്ചു പകുതി വരെ. ശ്വാസം എടുത്ത് നടുനിവർന്ന് കൈ ഉയർത്തി ഹിപ്പ് മുന്നോട്ട്. കഴിയുന്ന പോലെ ആർച്ച് ചെയ്താൽ മതി. അതൊക്കെ കൈ താഴെ. അപ്പൊ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന സൂര്യ നമസ്കാരം, ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന സൂര്യ നമസ്കാരവുമായിട്ട് നല്ല രീതിയിൽ ഏകദേശം സാമ്യമാവുന്ന രീതിയിലാണ് ഇത് വരുന്നത്. പക്ഷെ അധികം നമ്മൾ താഴേക്ക് പോവുക, മുട്ട് പ്രസ് ചെയ്യുക, അങ്ങനത്തെ രീതികൾ കുറവാണ്. അപ്പോൾ മുട്ടുവേദനയോ നടുവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം. അവരവരുടെ ശരീരത്തിനനുസരിച്ച് 1-2 തവണയായിട്ട് പ്രാക്ടീസ് തുടങ്ങാം. ആദ്യം ചെയർ യോഗ കസേരയിൽ ഇരുന്നുള്ള നമ്മൾ മുമ്പ് ചെയ്തിരുന്നല്ലോ, അത് ചെയ്തു നോക്കാം. അതിനുശേഷം പതിയെ ഒന്ന് സ്റ്റേബിൾ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയി ചെയ്യുക. ഓവറായിട്ട് ചെയ്ത് കിതയ്ക്കുന്നതോ വേദന കൂട്ടുന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല. കസേര തെന്നി പോവാതെ നോക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു നോക്കും. ഇത് വളരെ ജെന്റിലാണ്, വളരെ യൂസ്ഫുള്ളുമാണ്. ഓക്കെ, ചെയ്തു നോക്കും.